ഈ ഹിസൈൻ അസദുള്ളൊക്കെ ഇറങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് ശരിക്ക് വരി എഴുതിയിട്ടാണോ ട്യൂൺ ചെയ്യേണ്ടത്, ട്യൂൺ ചെയ്തിട്ടാണോ വരി എഴുതേണ്ടത് എന്നുള്ള ഇങ്ങനെ തർക്കങ്ങളും ആ രണ്ടു തരത്തിലുള്ള പാട്ടുകൾ നമുക്ക് ഒരുങ്ങിയിട്ടുള്ളത്. ഈ സിനിമയിൽ അങ്ങനെ രണ്ടു തരത്തിലുള്ള പാട്ടുകളുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഏതൊക്കെയായിരുന്നു? അത് അതിന്റെ കഥ തുടങ്ങുന്നത് തന്നെ പിന്നെ രാമനിലയത്ത് വെച്ച് പിന്നെ ഞാൻ ഒരു പാട്ടിന്റെ പല്ലവി ഇങ്ങനെ ലോഹിക്ക് പാടിക്കൊടുക്കുകയായിരുന്നു. എൻ്റെ ഒരു പാട്ട് ഗോപികാവസന്തം എന്നുള്ളത് വേറൊരു രീതിയിൽ എനിക്ക് പാടാൻ പറ്റില്ല. ഞാൻ അന്ന് വേറൊരു രീതിയിലുള്ള എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പാടിക്കൊടുക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതാണ് കഥ എന്നോട് പറഞ്ഞത്. ഇനിയും നമ്മൾ പാട്ട് തുടങ്ങുന്നു. ഈ പാട്ടിലുള്ള കഥയാണ് കഥ. ഗോപികാവസന്തം തേടി വനമാലി, നവനവ ഗോപികാവസന്തം തേടി വനമാലി. അതാണ്. അന്ന് വൈകുന്നേരം ഞങ്ങൾ റിവേറ്റിനടുത്തേക്ക് പോവുകയാണ്. അത് വരി എഴുതിയിട്ടാണ് ആ പാട്ട് അങ്ങനെ ട്യൂൺ ചെയ്തിട്ടുള്ളത്. അതെ. അപ്പൊ ലിറിസിസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ അന്നൊക്കെ ഒരു സിനിമയിൽ ആദ്യം ചെയ്യുക റെക്കോർഡിംഗ് ആണല്ലോ. സിനിമയുമായി ബന്ധപ്പെട്ട പ്രോസസ്സുകളിലെ ആദ്യത്തെ ഒരു ടെക്നിക്കൽ പ്രോസസ്സ് തുടങ്ങുന്നത് പാട്ട് റെക്കോർഡിംഗ് എന്ന് പറയുന്നതാണ്. ഇത് റെക്കോർഡ് ചെയ്യുമ്പം ഇങ്ങനെ ഒരു കഥാപാത്രം അഭിനയിക്കേണ്ടത് തിരുമേനിയാണെന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നോ? എനിക്കില്ലായിരുന്നു. പക്ഷെ അത് ലോഹി തീരുമാനിച്ചിരുന്നു. തിരുമേനി തന്നെ ചെയ്യുന്നുള്ളത് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞത്. അതിന് ഈ രവിത്തിന മാഷാണ് ശബ്ദം കൊടുക്കുന്നതിനുള്ളതിനൊരു തീരുമാനം ഉണ്ടായിരുന്നു? അന്ന് അറിയില്ല. അറിയില്ല അല്ലേ? ഇല്ല. ആ പാട്ട് രവിയേട്ടൻ പാടാൻ തീരുമാനിച്ചിട്ടില്ല. ആദ്യം പിന്നീടാണ് തീരുമാനിച്ചത്. ആദ്യം രവിയേട്ടൻ നല്ലത് പാടാൻ തീരുമാനിച്ചു? അല്ല, അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. അതിനുശേഷം പാടിയിട്ടാണ് ഇതിലേക്ക് വരുന്നത്. ആ ശബ്ദം തന്നെ മതി എന്ന് തീരുമാനിച്ചതാണ്. ദേവസഭാതലം എന്നുള്ള പാട്ടിലോട്ട് വരുമ്പോഴേ ഒരുപാട് രാഗങ്ങളെ കുറിച്ച് ഞാൻ ഇതിൽ വലിയ അറിവുള്ള ഒരാളല്ല കേട്ടോ. ചിലപ്പോൾ ചോദിക്കും എന്തെങ്കിലും മണ്ടത്തരം ചോദിച്ചു പോകാനുള്ള സാധ്യത തള്ളിക്കളയണ്ട. അപ്പൊ ഇത്ര രാഗങ്ങളെ കുറിച്ചുണ്ടല്ലോ. അപ്പം ഇത് ഒന്നിച്ചിരുന്ന് തന്നെയാണോ ഇതെല്ലാം ചെയ്തത്? ഇപ്പൊ ഈ പാട്ട് നമുക്ക് അയച്ചു കൊടുക്കാം, അയച്ചു മേടിക്കാം, അങ്ങനെയൊന്നും പറ്റുന്നൊരു പാട്ടായിരുന്നല്ലോ. ഒരുമിച്ചിരുന്ന് തന്നെയാണ് ചെയ്തത്. എത്ര ദിവസം എടുത്തു ദേവസഭാതലത്തിന്? എനിക്കൊന്ന് 1-2 ദിവസമേ ഉള്ളൂ. ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ദാസേട്ടനെ കണ്ടു. ദാസേട്ടൻ തലശ്ശേരി പ്രോഗ്രാമിന് വരുമ്പം ഞാൻ ദാസേട്ടനെ കണ്ട് ഒന്നുകൂടി അതിനെ ചർച്ച ചെയ്തിരുന്നു. ദാസേട്ടനായിട്ട് റിഫൈൻ ചെയ്തു. എന്നിട്ടാണ് ഈ പറഞ്ഞ അതിൽ പറയുന്ന രാഗങ്ങളും കാര്യങ്ങളും രാഗങ്ങളൊക്കെ അവര് തീരുമാനിച്ചിരുന്നു. അതിൽ ലിറിക്കിന്റെ ഭാഗം ചിലത് എനിക്ക് സംശയം ഉണ്ടായത് ഞാൻ ദാസേട്ടനോട് ചോദിച്ചിരുന്നു. അതിനുശേഷം പ്രമദവനം എന്നുള്ള പാട്ടിലോട്ട് വന്നാല് അതിന്റെ ഒരു എഴുത്തും കൺസ്ട്രക്ഷനും ഒക്കെ എങ്ങനെയായിരുന്നു? ശരിക്കും പ്രമദവനം എന്നുള്ള പാട്ട് തുടങ്ങുമ്പോൾ തന്നെ രവിയേട്ടൻ എന്നോട് ഒരു കുമ്പസാരം ചെയ്തു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് തുടങ്ങുന്നത് ഇതേ ട്യൂണിലായിരുന്നു എന്ന് പറഞ്ഞു. അതായത് ഇരുഹൃദയങ്ങൾ എന്ന് പറഞ്ഞൊരു പാട്ട് ഇരുഹൃദയങ്ങളിലൊന്ന് ആ പാട്ട് അതേ ട്യൂണിലാണ് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞ രവിയേട്ടൻ ധൈര്യമായിട്ട് മുമ്പോട്ട് ഞാൻ ശരിയാക്കാറുണ്ട്. അത് 2 പാട്ടാണ്, 2 വരിയാണ്. അല്ല, 2 വാക്കാണ്. ഇരുഹൃദയങ്ങൾ സമസ്തപദം വന്ന ഇത് അറിയയില്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പ്രമദവൻ എന്നൊരു വാക്ക് വന്നപ്പോൾ അത് പോയി. പറഞ്ഞ ഇരുഹൃദയം പ്രമദവനം അതാണ് രവിയേട്ടന്റെ സംശയം ഉണ്ടായിരുന്നത്. അത് ഞാൻ തീർത്തോളാന്ന് പറഞ്ഞു. എന്നിട്ടാണ് ആ പാട്ട് വരുന്നത്. അതിന്റെ വരികളിലും എനിക്ക് തോന്നുന്നു ഒരു ഇന്റർവ്യൂല് AR റഹ്മാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് മലയാളത്തിൽ ഇന്നോളമുള്ള പാട്ടുകൾ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പാട്ടുകളിലൊന്നും അദ്ദേഹം എന്നോടും പറഞ്ഞിട്ടുണ്ട്. പ്രമദവനം എന്ന് പറയുന്ന പാട്ടാണെന്ന് പറയുന്നത്.